സുഖമല്ലേ? പിന്നൊരു കാര്യം, ഈ പരിപാടിക്കിടെ ആരേലും എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചാൽ നിന്നെയൊക്കെ പാതിരാത്രി വീട്ടിൽ വന്ന് ഞങ്ങൾ പേടിപ്പിക്കും. അയ്യോ, എന്തു പറ്റിടി? ആഞ്ഞു വലിച്ചപ്പോ ബ്ലൗസിന്റെ കുക്ക് പൊട്ടിയടി. നിന്റെ വലി കണ്ടപ്പോഴേ തോന്നി ഇന്ന് എന്തെങ്കിലും ഒക്കെ വലിച്ചു പൊട്ടിക്കുമെന്ന്. കുമാരേട്ടൻസ് ചുണ്ണാമ്പ് പ്രസൻസ് ഹമ്മ അവാർഡ്സ് കോപ്പവേഡ് ബൈ ചോരാഫെഡ്. യക്ഷികൾ കണി കണ്ടുണരുന്ന നന്മ. ഒരു അവതരണ ഗാനത്തോടുകൂടി ഇതാ ആരംഭിക്കുന്നു. ചോരയ്ക്കായി കണ്ണിറുക്കി കൊണ്ടുപോകും യക്ഷികൾ, പ്രേതമായി നൂറു നൂറു ടൈപ്പിയായി ചിരിക്കവേ. നീട്ടുവിൻ നഖങ്ങളെ കണ്ണുരുട്ടി കാട്ടുവിൻ, എന്നിട്ടാരും പേടിച്ചില്ലേ ഗ്രാഫിക്സ് ഇട്ട് കാട്ടുവിൻ. നീട്ടുവിൻ നഖങ്ങളെ കണ്ണുരുട്ടി കാട്ടുവിൻ, എന്നിട്ടാരും പേടിച്ചില്ലേ ഗ്രാഫിക്സ് ഇട്ട് കാട്ടുവിൻ. ഇവളുമാരൊക്കെ ഏതാടി? അത് നമ്മുടെ ഹമ്മയില് പുതിയതായിട്ട് അംഗത്വെടുത്ത യക്ഷികളല്ലേ. ഞാൻ നളിനാക്ഷി, ഞാൻ വിശാലാക്ഷി, ഞാൻ പങ്കജാക്ഷി, ഞാൻ കാമാക്ഷി, ഞാൻ വനജാക്ഷി, ഇത് വടയക്ഷി. സാരി വലിച്ചിടറി. ഇതേതാ ഈ വളഞ്ഞേക്ഷി? ഞാൻ സുമതി വളവിലെ യക്ഷിയാ, അതാ ഈ വളവ്. അപ്പോ എല്ലാ യക്ഷികളും വന്ന സ്ഥിതിക്ക് നമുക്കൊരു തിരുവാതിര അങ്ങ് കീച്ചിയാലോ? കൂട്ടം ഇന്നല്ലോ അമ്മയുടെ കുടുംബയോഗം. പാലപ്പൂമണം വന്നാൽ യക്ഷിക്കൂട്ടം ഇന്നല്ലോ അമ്മയുടെ കുടുംബയോഗം. ന്യൂ ഇയർ നൈറ്റിൽ പോലും ഡ്യൂട്ടിക്കിറങ്ങാം, കൊല്ലാം കോരവള്ളി പൊട്ടിച്ചെടുക്കാം, തലക്കടിക്കാം കൈതപ്പൂ തെറ്റിപ്പോയി പാലപ്പൂവാ. സാരി മാറാതെ നോക്ക് ക്യാമറയുണ്ടേ. എടി തമ്മിലടിക്കാതെ കുമ്മിലടിക്കടി. മുടിയെ പിടിച്ച് വലിക്കല്ലേടി. ഈ തിരുവാതിരക്കളി എല്ലാം കൂടെ ചോരക്കളിയാക്കേനെ. അങ്ങോട്ട് കയറിപ്പോന്നൊക്കെ കൊള്ളാം. ആ യക്ഷി കുഞ്ഞുങ്ങൾക്ക് വെച്ചിരിക്കുന്ന ചോര ജ്യൂസ് എടുത്ത് കുടിച്ചാലുണ്ടല്ലോ നീയൊക്കെ ചോര തുപ്പിച്ചാകും. ഹമ്മ അവാർഡ്സിൽ ആദ്യ കാറ്റഗറി ബെസ്റ്റ് ചീറ്റിംഗ് ഒഴിപ്പിക്കൽ ഓഫ് ദി മന്ത്രവാദം അവാർഡ് ഏറ്റുവാങ്ങാൻ എത്തുന്നു ബാധകളെ പറ്റിച്ചൊഴിപ്പിക്കുന്ന ചീറ്റിംഗ് മന്ത്രവാദി ബ്രഹ്മദത്തൻ നമ്പൂതിരി. എവിടെയോ കണ്ടു നല്ല പരിചയം. ബാലയിലാണോ അതോ ബാറിലോ ഷാപ്പിലോ? എവിടെയാണെന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല. അയ്യോ, തിരുമേനി മറന്നിരിക്കുന്നു. നമ്മൾ പണ്ട് പാലയില്. അമ്പടി കേമി റിമി ടോമി. അയ്യോ, ആ പാലയല്ല, ഞാൻ റിമിയല്ല. തിരുമേനി ഇപ്പൊ എവിടെയാ ഒഴിപ്പിക്കൽ നടക്കുന്നേ? എറണാകുളത്തൊരു ബാറിലാ സപ്ലയറായിട്ട് ഒഴിച്ചു കൊടുക്കാൻ നിൽക്കുന്നു. അതെന്താ? പഴയതുപോലെ ബാധയൊന്നുമില്ലല്ലോ. പുതിയ സിനിമ റിലീസ് ആകുമ്പോ എടപ്പള്ളി തിയേറ്ററിൽ ഒന്ന് പോയി നോക്കൂ, ഇഷ്ടം പോലെ ബാധയുണ്ടാവും. തിരുമേനിക്ക് അവരെ ഒഴിപ്പിക്കാൻ പാടില്ലേ? നോ, ഇമ്പോസിബിൾ. അവരെ എനിക്കെന്നല്ല ആർക്കും ഒഴിപ്പിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഇറങ്ങാൻ പോകുന്ന ഒരു പുതിയ പടത്തിന്റെ പ്രൊമോഷന് അവരെന്നെയും വിളിച്ചിട്ടുണ്ട്. അതേത് പടം? അല്ല തിരുമേനി, ഒരു സംശയം. ഈ ചുട്ട കോഴി എങ്ങനെയാ പറപ്പിക്കുന്നേ? സിമ്പിൾ. സന്ധ്യാവുമ്പോ ഏതെങ്കിലും കടയിൽ പോയി ഒരു ഫുൾ അൽഫാം മേടിക്കുക, എന്നിട്ട് ഹൈഡ്രജൻ ബലൂണിന്റെ തുമ്പത്ത് കെട്ടിവിട്ടാ മതി. ചുട്ട കോഴിയല്ല, അവന്റെ അപ്പം വരെ പറക്കും. നല്ല പരിചയമുള്ള ഡയലോഗ്. അതാരാ? என்னையா யாருன்னு கேக்குற? நான் தான்டா நாகவல்லி. ஒரு முறை வந்து பார்த்தாயா நீ, ஒரு முறை வந்து பார்த்தாயா
യോഗ്യ നായെ, അന്ന് ഡമ്മിയിട്ട് എന്നെ പറ്റിച്ചിട്ട് രക്ഷപ്പെടാന്ന് കരുതിയല്ലേ? ഇന്നിക്ക് ദുർഗാഷ്ടമി. ഉന്നെ കൊന്ന് ഉൻ രക്തത്തെ കുടിച്ച് മാർക്കോ നടനമാടുവേ. എങ്കി എന്റെ കാലിന്റെ ശക്തി നീ അറിയും. യോ തൊഴിക്കോ? ഇല്ല, ഞാൻ ഓടും. 1 2 3. അതാരാ? എന്റെ തമിഴ് വേർഷൻ ചന്ദ്രമുഖി. എന്ന് വെച്ചാ ഒരുപാട് ഇളക്കരുത്. ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരൻ. അത് ശരി. അപ്പോൾ ഒരു പാനിന്റെ ആക്രമണമാണ്. പേടിച്ചിട്ട് കയ്യിന്ന് പോവാണല്ലോ ഈശ്വര. ഓടുതോ മുജേ. ഞാൻ കൊല്ലപ്പോറേ. അവിവേകൊന്നും കാണിക്കരുത്. കൊന്നാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കൊല്ലുവേ, കണ്ടിപ്പാ കൊല്ലുവേ. കണ്ടിച്ച് കളയരുത് പ്ലീസ്. കൊല്ലുവേ. मैं तुम्हें मार डालूंगा. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നെ രക്ഷിക്കാൻ അവൻ വരും. യാര്? സ്വല്ലടാ. സ്വൽ. അഴമറ്റത്ത് കത്തനാർ. കത്തനാരാ? പുള്ളിയുടെ പഴയ നമ്പർ ഒന്നും ഇനി ഞങ്ങളുടെ അടുത്ത് ചെലവാവില്ല. പഴയതല്ല, പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, കോടികൾ മുടക്കി പുതിയ വിദ്യകളൊക്കെ പഠിച്ച അവൻ വരുന്നേ. ബിഗ് ബഡ്ജറ്റ് കത്തനാർ. അയ്യോ പണിപാളിലോ, വടിയും കുത്തി കത്തനാര് പിന്നെ വന്നല്ലോ. പേടിയാടി ഓടിയാലോ. ആണിയടിച്ച് പാലക്കേറ്റും വിട്ടോടി. ഓടിക്കോടി. അവിടെ നിൽക്കാൻ. അപ്പൊ പേടിയുണ്ട്. അതെന്താണ് അവിടെ ഒരാൾക്കൂട്ടം? അതെ, പുതിയ കത്തനാര് വരുന്നു എന്നറിഞ്ഞ് ഓൺലൈൻ ചാനൽക്കാര് ഇന്റർവ്യൂ എടുക്കാൻ നിൽക്കുന്നതാ. കർത്താവേ, എങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. അതിനെന്താ, അവര് പടത്തിന്റെ പ്രൊമോഷന് വേണ്ടി നിൽക്കുന്നതല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് ചില ഓൺലൈൻ സാധാന്മാർ വിളിക്കും. എന്നിട്ട് പടത്തെ കുറിച്ച് മാത്രം ചോദിക്കത്തില്ല. അഥവാ വല്ലതും പറഞ്ഞാൽ അത് കട്ട് ചെയ്ത് തോട്ടിൽ കളയും. കണ്ണിൽ ചോരയില്ലാത്തവന്മാർ. ഇവന്മാരെ കൊഴിപ്പിക്കാൻ എന്താ ഒരു വഴി? പതുക്കെ പറ പക്ഷി, അല്ല യക്ഷി. അവരെങ്ങാനും കേട്ടാൽ എന്നെ പറ്റി പുതിയ ന്യൂസ് ഉണ്ടാക്കും. കത്തനാര് വടി നീട്ടി ഈലിയെ ചെയ്തതെന്ത്? പാലയുടെ മറവിൽ കത്തനാരും വടയക്ഷിയും എന്തിനൊന്നിച്ചു? ചുമലക്കളർ ചോദ്യചിഹ്നം. പാതിരാത്രി പാലയുടെ മറവിൽ പാതിരി പതുങ്ങിയിരുന്ന് ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. മഞ്ഞ ചോദ്യചിഹ്നം. നിങ്ങൾ യക്ഷികള് രാത്രി മാത്രമല്ലേ ചോര കുടിക്കൂ? ഈ ഓൺലൈൻ സാത്താന്മാർ 24 അവേഴ്സും ആരുടെയും ചോര കുടിക്കും. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ബി കെയർഫുൾ. ഹാൻഡിൽ വിത്ത് കെയർ. നെക്സ്റ്റ് കാറ്റഗറിയോ? ആ എന്തോ ഒരു സാധനം. അതെ, ഒടിയന്റെ പേരിലുള്ള ലൈഫ് ടൈം അച്ഛന്റെ ഓയിൽമെന്റ്. അച്ഛന്റെ ഓയിൽമെന്റ് അല്ലേടി, പിണ്ണതൈലം. ഞാൻ പറഞ്ഞോളാം. അതെ, ആ അവാർഡിന് അർഹനായിരിക്കുന്നത് എല്ലാരും പേടിയോടെ കാണുന്ന ഒരേ ഒരു ഊള. അതേതൂള? ഡ്രാക്കുള. അയ്യോ, ഈ ഊളക്കൊട്ടും വയ്യല്ലോ. എന്തു പറ്റി? അച്ഛനെ കേരളത്തിൽ നിന്ന് ചോര കുടിച്ചതാ. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോ മലമ്പനി, ജപ്പാൻ ജ്വരം, ചിക്കൻ കുനിയ, നിപ്പ, H1N1, എന്തിന് H2SO4 ഉൾപ്പെടെ എല്ലാ അസുഖങ്ങളും ഉണ്ട്. യോ, ഈ കിറിന്ന് ചോര വരുന്നുണ്ടല്ലോ. എന്തു പറ്റി? എന്റെ പൊന്നുമോളെ, കുറച്ച് നാൾ മുമ്പ് മലയാളത്തിൽ ട്രാക്കുള എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങില്ലേ? അതിറങ്ങിയ പിന്നെ എന്നെ ഒരാൾക്കൊരു പേടിയില്ല. കൊച്ചു പിള്ളേര് വരെ എന്നെ ക്രിക്കറ്റ് കുത്തുക. അങ്ങനെ കുത്തിയതാ ഇത്. ഇപ്പൊ പകല് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അമ്മേ, എന്തിനാ പകലിറങ്ങി നടക്കണേ? നിങ്ങൾ ഇരുട്ടിന്റെ രാജകുമാരനല്ലേ, പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ്. അതൊക്കെ പണ്ട്. കഴിഞ്ഞ ദിവസം അച്ഛൻ രാത്രി പുറത്തിറങ്ങിയപ്പോഴേ തെരുവട്ടി ഓടിച്ചിട്ടാ കടിച്ചത്. പട്ടിയെ പേടിച്ചിട്ട് ചട്ടിയിൽ മൂത്രമൊഴിച്ച് ജനലിക്കൂടെ പുറത്ത് കളയാ. അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ. അല്ല ഊളെ, എന്നാ മോളെ? നേരത്തെ
നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി? ആകെ ക്ഷീണിച്ച് കൊരഞ്ഞു തല്ലിയിരിക്കുന്നല്ല. അതെ ഈ പോഷകാഹാര ചൊരയുടെ കുറവാണ്. എന്ന് വെച്ചാല് നല്ല ചോര കിട്ടണ്ടേ? കഴിഞ്ഞടെ അച്ഛൻ റിസ്ക് എടുത്ത് ഒരു ന്യൂജൻ ചെറുക്കന്റെ ചോര കുടിച്ചതാ. 3 ദിവസമാ ട്രിപ്പായി നടന്നത്. പിന്നെ 10 ദിവസം ട്രിപ്പ് ഇട്ട് കിടന്ന് നല്ല വൈബായിരുന്നു. അയ്യോ അമ്മ, അച്ഛന് പറ്റല്ലടാ മോനെ. എടി നിർത്തി ലാഗടിപ്പിക്കാതെ. കുഴഞ്ഞു വീഴുന്നതിന് മുമ്പ് പുള്ളിക്കുള്ള അവാർഡ് അങ്ങ് കൊടുക്കാം. അതെ, അവാർഡ് കൊടുക്കുവാനായി ക്ഷണിക്കുന്നു കുടുംബത്തിൽ കയറി കളിച്ചവരെ, കണ്ണിൽ ചോരയില്ലാതെ കട്ടച്ചോര തുപ്പിച്ച വയലൻസിന്റെ രാജകുമാരൻ മാക്രോ. എന്താന്ന്? മാറിക്കോ. ഞാൻ മാറിയിട്ട് നീ ഒറ്റയ്ക്ക് നെയ്യുവോ? അതല്ലടി പുള്ളിയുടെ പേര് പറഞ്ഞതാ, മാക്രോ. എടി അത് മാർക്കോ. ഈ ഡ്രാക്കുളക്കുള്ള അവാർഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കുടുംബത്തിൽ കയറി കളിച്ചവരാരെയും വെറുതെ വിടില്ല ഞാൻ. എന്റെ പൊന്നു മോനെ, ഇത്ര ചോരൊന്നും നീ കാണാൻ വയ്യടാ. അയ്യോ തലറങ്ങണ്. അയ്യോ എന്നോ അയ്യോ, ഇയാളെ ഞാൻ ഇനി എന്ത് ചെയ്യും? ഇതിനിപ്പോ എന്തോ ചെയ്യാനാ? ഇത്ര വയലൻസും കാണിച്ച ആ പാവത്തിനെ പേടിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടിട്. ചാത്തൻ കൊടുമൺ പോറ്റി. വളരെ കാലത്തിനു ശേഷം കുറെ യക്ഷികൾ വന്ന മഹത്തായ ദിവസം. ഇനി നിങ്ങൾക്കൊരു തിരിച്ചുപോക്കില്ല. വിളിക്കാതെയും പറയാതെയൊക്കെ ഓരോന്ന് കേറി വരുന്നു. ഡാൻസ് ഇപ്പോഴല്ല. അതെനിക്കറിയാം. ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. അപ്പുറത്തെ കൂത്തമ്പലത്തിൽ ഇന്നെന്റെ അരങ്ങേറ്റ. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്റെ ഡാൻസ് നടക്കൂ. ആരാധകരെ ശാന്തരാകുവിൻ. കൂത്തമ്പലത്തിലല്ല, ഇവിടെ എന്റെ മുന്നിലാ തന്റെ അരങ്ങേറ്റം നടക്കുക. അത് പറയാൻ താൻ ആരാണ്? ഹേ, ഞാൻ കുടുംബൻ പോറ്റി. ഞാനും കുടുംബം പോറ്റും, പക്ഷെ വിളിച്ചു പറയാറില്ല. കുടുംബം പോറ്റി എന്നല്ല, കുടുംബൻ പോറ്റി. തുടങ്ങുക. ഇല്ല, എന്നെ കൊണ്ടാവില്ല. എടി യക്ഷിക്കൊച്ചെ, ഇയാളുടെ മുന്നിൽ ഡാൻസ് കളിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ചെയ്തില്ലാച്ചാ വേറെ പലതും ഞാൻ തന്നെ കൊണ്ട് ചെയ്യിക്കും. എന്താ വേണോ? അങ്ങനെ വരട്ടൊന്നും വേണ്ട. പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജിൽ മുതൽ അങ്ങ് കോട്ടാമായി. അതൊന്നും പറഞ്ഞ ഇവിടെ ഏക്കത്തില്ല. തുടങ്ങിക്കോ. പുല്ല് വന്ന് വെട്ടും പോയി. എങ്കിൽ മ്യൂസിക്. നിങ്ങളെപ്പോഴും ആവാസന്റെ മുന്നിൽ ചിലക് കെട്ടിയാടിയപ്പോ കളങ്കപ്പെട്ടത് ഒരു ദൈവതത്വമായ കലയാണ്. ഉള്ളിലൊരായിരം മുള്ളു കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാനായി ഞാനിത് ഉപേക്ഷിക്കുകയാണ് എന്നേക്കുമായി. എനിക്ക് കാണണ്ട, പോ, എനിക്ക് കാണണ്ട. തോമസ് സാറ് പാവാ. ഡയലോഗും മാറിപ്പോയി. പുല്ല്. വീട് ചാച്ചാ, എനിക്ക് വേറെ ഡാൻസ് കളിക്കാൻ പോണം. ഒരാൾക്ക് ഒരു ദിവസം 2 തവണ കളിക്കാൻ പറ്റില്ല. എന്തോ ഉള്ളി വെച്ച് സംസാരിക്കുന്ന പോലെ. എന്നെ വീട്, ഞാൻ ആ ടൈപ്പല്ല.
ഇങ്ങോട്ട് വരാൻ, കിടന്ന് ബഹളം വെക്കാതെ വരാൻ. എന്നെ വിട്, ഞാൻ ഒറ്റക്ക് വഴിവിട്ട് വന്നവനാ, അല്ല വഴിവെട്ടി വന്നവനാന്ന്. ഓ, അങ്ങനെ രണ്ട് പ്രശ്നങ്ങളും പോയ സ്ഥിതിക്ക് സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിച്ച് പെട്ടെന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, എന്താ, എന്ത് പറ്റി? സ്പെഷ്യൽ ഗസ്റ്റ് ഇതുപോലത്തെയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ പിടിച്ചു വെക്കില്ലായിരുന്നല്ലോ. ഇത്രയും വലിയ ചാത്തം വരെ പേടിക്കണമെങ്കിൽ ആരെയാടി നീ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചേ? ദേ വരുന്നു. രതിപുഷ്പം പൂക്കുന്ന യാമം, മാറിടം രാസകേളി തടാകം, അധരശില്പങ്ങൾ മദന തൽപ്പങ്ങൾ, ചൂടേറിയാളുന്ന കാമഹർഷം, എന്നാണു നിൻ സംഗമം. താനാരാ? തനിക്ക് എന്താ വേണ്ടേ? നരച്ച താടിയും കയ്യിലൊരു വടിയും പല്ലില് കുറച്ച് കറിയുണ്ടെന്ന് വെച്ച് അഹങ്കരിക്കരുത്. കാര്യം ഞാൻ ആരുടെ മുഖത്ത് നോക്കി ചോദിക്കും, അതിന് എനിക്കൊരു മടിയുമില്ല. മുഖത്ത് നോക്കി തന്നെ ചോദിക്കും. മോഹോ, അതിന് മോഹം അവിടെ അല്ല. അത് എനിക്കറിയാം. എവിടെ നോക്കി ചോദിക്കേണ്ടത് ഞാൻ തീരുമാനിക്കും. എടോ ചാത്ത, തനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എടോ ചോദിക്കാനുണ്ടോന്ന്? പുള്ളി ഇത്രയും പറഞ്ഞിട്ട് ചാത്തനെന്താ ഒന്നും മിണ്ടാതെ നിക്കുന്നേ? ഇയാളുടെ ചോദ്യത്തിന് മുന്നിൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. വായടപ്പിച്ച് കളയും. ഇനി നിങ്ങളായി, നിങ്ങളെ പാടായി. നമ്മളില്ലേ? നിക്ക് പോവല്ലേ, അത് ചോദിക്കട്ടെ. ഓ, അങ്ങനെ നമ്മൾ എല്ലാരും പേടിച്ച ആ വലിയ ചാത്തൻ അങ്ങ് ഒഴിഞ്ഞു പോയി. ഇനി ഈ ചാത്തനെ ആര് ഒഴിപ്പിക്കോ എന്തോ. പൂവ് പോലൊരു പുട്ടുണ്ടേ, അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.